ശ്വസിക്കുന്ന വായുവിൽ വിഷം കലരുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട്. പുകമഞ്ഞ് കൂടുമ്പോൾ നമ്മൾ മാസ്ക് വയ്ക്കും, വാർത്തകളിൽ ചർച്ചയാകും. പക്ഷെ പുകമഞ്ഞ് മാറുമ്പോഴോ നമ്മൾ അതെല്ലാം മറക്കും. ഡൽഹിയിലെ പുകമലിനീകരണത്തെക്കുറിച്ചും വായു മലിനീകരണത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ദ വയർ എന്ന വെബ്സൈറ്റ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ മുകളിൽ കേട്ടത്. പുകമഞ്ഞ് മാറുമ്പോൾ മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ മറക്കുന്ന നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത്. പുകമഞ്ഞ് മാറിയാലും വായു മലിനീകരണത്തിലുള്ള നമ്മളുടെ ശ്രദ്ധ മാറരുത് എന്നാണ് ഈ ലേഖനം പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. വായു മലിനീകരണം എന്നതൊരു സീസണൽ പ്രശ്നമല്ല. ശൈത്യകാലത്ത് വായുചലനം നിലച്ചു പോകുന്നത് കൊണ്ടാണ് ഡൽഹിയിൽ പുകമഞ്ഞുണ്ടാകുന്നത്. വായു ചലിച്ചു തുടങ്ങുമ്പോഴോ മഴ പെയ്യുമ്പോഴോ ഈ പുകമഞ്ഞ് മാറുകയും നമ്മൾ വായു മലിനീകരണം പോയി എന്ന് കരുതുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. വായുവിൽ കലർന്നിരിക്കുന്ന PM2.5 എന്ന അതിസൂക്ഷ്മ കണങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ശ്വാസകോശത്തിലേക്കും മറ്റും കയറുകയും ചെയ്യും. ഇത് ഒരു നിശബ്ദ കൊലയാളി ആണെന്ന് തന്നെ നമുക്ക് പറയാം. മലിനീകരണം കൂടുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ശീലമാണ് അധികൃതർക്കും ജനങ്ങൾക്കുമുള്ളത്. ഇതിനെ വിളിക്കുന്നതാണ് റിയാക്റ്റീവ് അപ്രോച്ച്, അതായത് രോഗം വന്നിട്ട് ചികിത്സിച്ചു മാറ്റുന്ന രീതി. വായുമലിനീകരണം കൂടുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുക, വാഹനങ്ങൾക്ക് നിയന്ത്രണം നൽകുക, ഇതുകൊണ്ടൊന്നും മാത്രം പരിഹാരമാകില്ല. ഗ്രാമീണ മേഖലകളിൽ വിറകടുപ്പ് കത്തിക്കുന്നതും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ഇൻഡസ്ട്രിയൽ വേസ്റ്റുമെല്ലാം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇതിനു വേണ്ടത് താൽക്കാലിക ആവശ്യമല്ല, കൃത്യമായ നയരൂപീകരണമാണ്. വായു മലിനീകരണം എന്നത് വെറും ഒരു ശ്വാസമുട്ടൽ പ്രശ്നമല്ല. ഇത് നമ്മുടെ കുട്ടികളുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നു, മുതിർന്നവർക്ക് ഹൃദ്രോഗം ഉണ്ടാക്കുന്നു. ലേഖനം വ്യക്തമാക്കുന്ന മറ്റൊരു സാധനം ഇതിന്റെ സാമ്പത്തിക ആഘാതമാണ്. വായു മലിനീകരണം കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ ആശുപത്രി ചിലവുകൾ വഹിക്കുന്നത്, ഉൽപാദനക്ഷമത കുറയുന്നത്, ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി മുന്നോട്ടല്ല പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധവായു എന്ന് പറയുന്നത് ആഡംബരമല്ല, അത് മനുഷ്യ അവകാശമാണ്. അവസാനമായി ഈ ലേഖനം പറയുന്നത് പുകമഞ്ഞ് മാറുമ്പോൾ നമ്മളുടെ കണ്ണ് തുറക്കുകയാണ് വേണ്ടത്, അല്ലാതെ കണ്ണടയ്ക്കുകയല്ല. സർക്കാരുകൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. സാധാരണ ജനങ്ങൾ നിരന്തരം ശുദ്ധവായുവിന് വേണ്ടി ശബ്ദമുയർത്തുകയും വേണം. കാരണം മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ശുദ്ധവായു ആഡംബരമല്ല, അത് മനുഷ്യ അവകാശമാണ്.